മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഗംഗാധര മേനോൻ തനിയെ കാർ ഓടിച്ചാണ് കൊല്ലപ്പള്ളിയിലെത്തിയത്. ശിവശങ്കര മേനോനും കമലയും വീട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ഗംഗാധര മേനോനെ കണ്ട് കമല ഒരു നിമിഷം അന്തം വിട്ടുപോയി. യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത വരവ്. കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാൾ ആൾ ഒന്നുകൂടി സ്മാർട്ടായിട്ടുണ്ടെന്ന് കമലയ്ക്ക് തോന്നി. സൈന്യത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ പിരിഞ്ഞുവെങ്കിലും ആൾ ഉയർന്ന റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വേഷം. ആർമി യൂണിഫോം അല്ലെങ്കിലും അത് തിരിച്ചറിയാം. സിറ്റൗട്ടിലേക്കുള്ള പടികൾ ചടുപിടുന്നതിനെ ചാടിക്കയറി നല്ല ചുറുചുറുക്കോടെയുള്ള നടത്തം. അയാളെ കണ്ടപാടെ കമല തൻ്റെ ആശ്ചര്യം മറച്ചു വെക്കാതെ പറയുകയാണ്, ഗംഗേട്ടൻ വരുന്നുണ്ടെന്ന് ഒന്ന് വിളിച്ചു പറയുക കൂടി ചെയ്തില്ലല്ലോ. ഞാൻ ശിവനോട് പറഞ്ഞിരുന്നു. അവനൊരു പക്ഷെ പറയാൻ വിട്ടുപോയതാവും. അമ്മയുടെ ഉടൻ തന്നെ ശിവശങ്കര മേനോൻ ഇറങ്ങി വരികയും സൗദാമിനിയമ്മ കിടക്കുന്ന മുറിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഗംഗാധര മേനോൻ കയറി ചെന്നിട്ട് സൗദാമിനിയമ്മ ആദ്യം അയാളെ തിരിച്ചറിഞ്ഞില്ല. അമ്മേ, ഇത് ഞാനാണ്, ഗംഗാധരനാ. ആരാ? അവരുടെ കൃഷ്ണമണികൾ അങ്ങങ്ങി ചലിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ മൂത്ത മകൻ ഗംഗാധരൻ. ശിവശങ്കര മേനോൻ എപ്പോൾ തെല്ലൊച്ചയെടുത്ത് പറയുകയാണ്, നീലഗിരിയിലെ ഗംഗേട്ടൻ. അതാരാ? ഉടനെ ശിവശങ്കര മേനോൻ, അമ്മയ്ക്ക് ചിലപ്പോൾ ഓർമ്മക്കേടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ജയന്തിയുടെ വീട്ടിൽ അമ്മ എഴുന്നേറ്റ് നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. ഗംഗാധര മേനോന്റെ ചോദ്യത്തിന് കമലയാണ് മറുപടി പറഞ്ഞത്. അത് കഴിഞ്ഞ വർഷമല്ലേ ഗംഗേട്ട, കൊല്ലം ഒന്ന് കടന്നുപോയില്ലേ. ഗംഗാധര മേനോനെ ആ മറുപടി തൃപ്തിപ്പെടുത്തിയില്ല. ആ മുറിയിലെ വൃത്തിഹീനമായ അവസ്ഥ കണ്ടുകൊണ്ട് അയാൾ ചോദിക്കുകയാണ്, ഇങ്ങോട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ലേ? ഗംഗാധര മേനോന്റെ വരവ് ഓർക്കാപ്പുറത്തായതുകൊണ്ട് മുറി കാലേ കൂട്ടി വൃത്തിയാക്കി വെക്കുവാൻ കമലയ്ക്ക് അവസരം കിട്ടിയില്ല. പെട്ടെന്ന് ജാള്യത മറച്ചുകൊണ്ട് അവർ വിക്കി വിക്കി പറയുകയാണ്, ഇതിപ്പോൾ ഇന്നൊന്ന് തോത്തു തുടയ്ക്കാതിരുന്നത് കൊണ്ടാ. നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചു തരുന്നത്. ഉടനെ ശിവശങ്കര മേനോൻ, ഗംഗേട്ട, വല്ലപ്പോഴും കാണുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാം, ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ശിവ, നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ പറ്റുന്നില്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്താമല്ലോ. ബാലചന്ദ്രൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ലേ? ബാലൻ്റെ അമ്മയല്ലെന്ന് കൂടി ഓർക്കണം. അന്നാ പെൺകുട്ടി അമ്മയെ എത്ര നീറ്റായിട്ടാണ് നോക്കിയിരുന്നത്. വയ്യാതാകുമ്പോൾ നിങ്ങളും ഇങ്ങനെ ചീഞ്ഞു കിടക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഗംഗാധര മേനോന്റെ ചോദ്യത്തിന് കമലയോ ശിവശങ്കരനോ മറുപടി പറഞ്ഞില്ല. ഇതിനിടയിൽ എപ്പോഴോ സൗദാമിനി അമ്മയുടെ ഓർമ്മയെ മൂടിയിരുന്ന തിമിരത്തിൻ്റെ കണ്ണാടിപ്പാടെ അടർന്നു വീടും. അവർ ചോദിക്കുകയാണ്, ഗംഗാധരനല്ലേ ഇത്? അത്യാശ്ചര്യം കൊണ്ട് സൗദാമിനി അമ്മയുടെ കൃഷ്ണമണികൾ തിളങ്ങി. അവർ മൂത്ത മകനെ തിരിച്ചറിയുകയാണ്. അതെ അമ്മേ, ഞാനാണ്. ഗംഗാധര മേനോൻ അമ്മയുടെ ശിരസിൽ തലോടി. കുട്ടൻ എപ്പോഴാ വന്നത്? കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ, എൻ്റെ ഭഗവാനെ. അവർക്ക് കരച്ചിൽ വന്നു. വിറകൊള്ളുന്ന ദുർബലങ്ങളായ കൈത്തലങ്ങൾ ഉയർത്തി അവർ ഗംഗാധര മേനോന്റെ കയ്യിൽ പരതി പിടിച്ചു. ചിലപ്പോൾ ഒന്നും ഓർമ്മ കിട്ടണില്ല. പഴയ കാര്യങ്ങളാ എപ്പോഴും ഓർമ്മയിൽ. ഗംഗാധര മേനോൻ ഒന്നും മിണ്ടാതെ വീണ്ടും അമ്മയുടെ നെറ്റിയിൽ തലോടി. പിന്നീട് മുറിയിൽ സ്വകാര്യമായി ഒത്തുകൂടിയപ്പോൾ ഗംഗാധര മേനോൻ അനുജനോട് ചോദിക്കുകയാണ്, ഇവിടെ ഇപ്പോൾ എങ്ങനെയായി കാര്യങ്ങളൊക്കെ? അവസാനത്തെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗംഗേട്ട. നീ പിന്നെ ജയന്തിയുമായി സംസാരിച്ചോ? ഇല്ല. എടാ, ഞാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പോഴാ ഗംഗേട്ടൻ ഇവിടെ വേണ്ടത്. ജയന്തിയുടെ ഡിവോഴ്സ് കേസിൻ്റെ ഹിയറിംഗ് തുടങ്ങി. നമ്മൾ ഒന്നിച്ച് അടിയന്തരമായി ബാലചന്ദ്രനെ കണ്ടേ പറ്റൂ. അതിനു മുമ്പ് ബബിതയുമായി ഗംഗേട്ടൻ സംസാരിക്കണം. അടുത്ത ശനിയാഴ്ച മനുവിനെയും രോഹിത്തിനെയും ഞാൻ ഇങ്ങോട്ട് വരുത്താം. സ്റ്റാൻലിയുടെയും മകളുടെയും നിലപാട് നീ അറിഞ്ഞോ? അതും വേണം ഗംഗേട്ട, അതറിയണം. നാളെ രാവിലെ ജയന്തി കോളേജിൽ പോകും. കൃഷ്ണമോൾ സ്കൂളിലും പോകും. ബബിത തനിച്ചേ കാണൂ. അവളോട് സംസാരിച്ചാൽ കൃത്യമായി എല്ലാ വിവരവും കിട്ടും. അവളും മനുവും അലീനയും രോഹിത്തും എറണാകുളത്തുള്ള രേവതിക്കുട്ടിയും ഒരേ സർക്കിളിലാണ്. അവർ തമ്മിൽ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അലീനയാണ് ഇതിൻ്റെയൊക്കെ അച്ചുതണ്ട്. ഈ 5 പേരും തമ്മിൽ അറിയാത്ത ഒരു കാര്യവും അവർക്കിടയിലില്ല. നമ്മളിവിടെ ബബിതയോട് സംസാരിക്കുന്നത് അവർക്കവിടെ ലൈവായിട്ട് കാണാൻ കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരാളോട് സംസാരിച്ചാൽ മതിയല്ലോ. പക്ഷെ ഗംഗേട്ട, അവർ തമ്മിൽ എപ്പോഴും നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുള്ളൂ. അവരെടുക്കേണ്ട ഡിസിഷൻ എന്താണെന്ന് നമുക്ക് ബബിതയെ അറിയിക്കാമല്ലോ. ഞാൻ എല്ലാം ഗംഗേട്ടനെ ഏൽപ്പിക്കുക. ഗംഗേട്ടന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഞാൻ കൂടെ നിൽക്കാം. ശിവശങ്കര മേനോൻ ഒട്ടൊരാശ്വാസത്തോടെയാണത് പറഞ്ഞത്. തുടർന്ന് കാണുന്നത് ബബിതയാണ്. ബബിത അലക്കാനുള്ള ഡ്രസ്സ് സോപ്പ് വെള്ളത്തിൽ കുതിർത്തു വെച്ചിട്ട് അയഞ്ഞു തൂങ്ങിക്കിടന്ന അഴ വലിച്ചു മുറുക്കി കിട്ടുമ്പോഴാണ് മുൻവശത്തു നിന്ന് ഹോൺ ശബ്ദം കേട്ടത്. അവൾ പിന്നാമ്പുറത്തു നിന്നും വലതുവശത്തു കൂടി നടന്ന് മുറ്റത്തെത്തിയപ്പോൾ ഒരു കാറ് ഗേറ്റിനരികെ നിൽക്കുന്നതും ശിവശങ്കരനെങ്കിൽ ഗേറ്റ് തുറക്കുന്നതും കണ്ടു. കാർ അകത്തേക്ക് കയറി വന്നു. മുറ്റത്ത് ബ്രേക്കിട്ട കാറിൽ നിന്നും ഗംഗാധരൻ അങ്കിൾ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ബബിത ആശ്ചര്യപ്പെട്ടു. അങ്കിൾ എപ്പോഴാ വന്നത്? ഇന്നലെ വൈകുന്നേരം. അയ്യോ, ആരും പറഞ്ഞു കേട്ടില്ല. അമ്മ അറിഞ്ഞില്ലേ? ഗംഗാധര മേനോൻ ചിരിച്ചുകൊണ്ട് പറയുക, ആരോടും പറഞ്ഞില്ല, മിന്നൽ പര്യടനമായിരുന്നു.
ശിവശങ്കരമേനോൻ സിറ്റൗട്ടിലേക്ക് കയറി വാതിൽ തള്ളി നോക്കി. അങ്കിളെ അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുക. ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. അതിൻ്റെ മുൻകരുതലാ. അവൾ വീടിൻ്റെ പിൻപിലേക്ക് ഓടി. പിൻവാതിൽ വഴി അകത്ത് കയറി ചെന്ന് മുൻവാതിൽ തുറന്നുകൊടുത്തു. ഗംഗാധരമേനോൻ ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സുഖമാണോ? നീ പഠിപ്പ് നിർത്തിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിർത്തിയതല്ലങ്കിളെ, നിന്നു പോയതാ. വീണ്ടും തുടങ്ങണം. ഞാൻ ചായ ഇടട്ടെ? ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിന്നോട് തനിച്ചൊരു കാര്യം സംസാരിക്കാനാ. അങ്ങേയറ്റം കോൺഫിഡൻഷ്യൽ. എനിക്ക് മനസ്സിലായി. അലീന ചേച്ചിയുടെ കാര്യമല്ലേ? ഇങ്ങോട്ട് കയറിയിരിക്കങ്ങളെ. രണ്ടുപേരും കൂടി സിറ്റിംഗ് റൂമിലെ സോഫയിലിരുന്നു. ബബിത ടി വി സ്റ്റാൻഡിൽ ചാരി നിന്നു. നീയും ഇരിക്ക്. നിനക്കെന്തെങ്കിലും ജോലി തിരക്കുണ്ടായിരുന്നോ? ആ, ഡ്രസ്സ് വാഷിംഗ് ആയിരുന്നു. സാരമില്ല, അങ്കിള് പറഞ്ഞു. ശിവശങ്കരൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നീ സൂചിപ്പിച്ചത് തന്നെയാണ് വിഷയം. അതുകൊണ്ട് ഇനിയും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നീ ഇവിടെ വന്നിരിക്ക്. ഞാനിവിടെ നിന്നോളാം അങ്കിളെ. എടി, അത് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പിംഗ് ആണ്. പ്രശ്നങ്ങളുടെ അടുത്തേക്ക് വരാൻ നിനക്കൊരു മടിയുള്ളതുപോലെയാ. ബബിത ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ചെന്ന് അയാൾക്ക് അഭിമുഖമായ ഒരു കസേരയിലിരുന്നു. ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്മൾ നടുക്ക് വെച്ചാണ് സംഭാഷണം തുടങ്ങുന്നത്. അതായത്, അലീന എന്ന പെൺകുട്ടി ജയന്തിയുടെ മകളാണെന്ന പ്രശ്നമാണല്ലോ ഇവിടുത്തെ കേന്ദ്ര ബിന്ദു. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ചും ആചാരവിശ്വാസങ്ങളനുസരിച്ചും ബന്ധുമിത്രാദികളുടെ അനുഗ്രഹാശിസോടുകൂടി പരസ്യമായി നടത്തേണ്ടതും നടക്കുന്നതുമാണ് വിവാഹം എന്ന ചടങ്ങ്, അല്ലേ? അതെ, ബബിത തലയാട്ടി. പിന്നെയുള്ളത് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള രജിസ്റ്റർ മാരേജ് ആണ്. അതിനും ചില ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ നിയമാനുസൃതമായ അംഗീകാരവും സപ്പോർട്ടും അതിനും നിർബന്ധമാണ്. അത് നിനക്കറിയാലോ? അറിയാം. ഒരു സ്ത്രീയും പുരുഷനും ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിച്ചാലോ ഏതെങ്കിലും വാടക വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞാലോ അത് വിവാഹ ജീവിതമാവില്ല. അതവർ തമ്മിലുള്ള താൽക്കാലികമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. പക്ഷെ അങ്കിളെ, അങ്ങനെ നോക്കുമ്പം, നിൽക്കുകുട്ടി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ചുനാൾ ഒന്നിച്ച് താമസിച്ച യുവാവും യുവതിയും പിന്നീട് വേറെ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുകയും വീടും വസ്തുക്കളും മക്കളും അടക്കമുള്ള കുടുംബം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പഴയ താൽക്കാലിക കൂട്ടുകെട്ട് എന്തായിത്തീരും? ബബിത വല്ലാത്തൊരു ചിന്താക്കുഴപ്പത്തിലായി. ഗംഗാധരമേനോൻ തന്നെ പൂരിപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ അബദ്ധം, അതല്ലേ സത്യം? ഒരബദ്ധം സംഭവിച്ചു പോയി. പക്ഷേ അതിനെ മറികടന്നു. അതൊരു ഓർമ്മ മാത്രമായി. എന്നാൽ ഇന്നൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് പോലെ അത്ര ഉറപ്പോടെ തല ഉയർത്തി നിൽക്കുന്ന ഐക്യവും ബലവും സ്ഥിരതയുമുള്ളൊരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാൻ അനേകം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ അബദ്ധത്തെ നമ്മൾ അനുവദിക്കണോ? അങ്ങനെ അനുവദിച്ചാൽ അതിന് എന്തു പേർ പറയും? എന്തോ പറയുവാൻ ബബിത ചുണ്ടുവിടർത്തുമ്പോഴേക്കും ഗംഗാധരമേനോൻ പൂരിപ്പിച്ചു, ശുദ്ധ അസംബന്ധം. പക്ഷെ അങ്കിളെ, അതെങ്ങനെ ഒരു അബദ്ധമായി തീർന്നു? അതിൻ്റെ പിറകിലൊരു ചതിയും വഞ്ചനയുമില്ലേ? ബബിത തർക്കിക്കുകയാണ്. ഗംഗാധരമേനോൻ അപ്പോൾ അസന്നിഗ്ധമായി പറയുകയാണ്, ഒന്നുമില്ല, ചില തിരുത്തലുകൾ നടന്നു, അത്രമാത്രം. സംഭവിച്ചു പോയ അബദ്ധത്തിന് മീതെയാണ് തിരുത്തലുകൾ. അബദ്ധങ്ങൾ തിരുത്തേണ്ടത് തന്നെയാണ്. അതിങ്ങനെയാണോ അങ്കിളെ തിരുത്തുന്നത്? മനുഷ്യനെ കൊല്ലുന്നതും ഉപേക്ഷിക്കുന്നതും അനാഥരാക്കുന്നതും ഒക്കെ തിരുത്തലാണോ? എൻ്റെ അമ്മയോട് എല്ലാവരും ചേർന്ന് എന്തൊരു ക്രൂരതയാണ് കാണിച്ചത്. പെട്ടെന്ന് ഗംഗാധരൻ്റെ മുഖം ചുവന്നു. അയാളുടെ ശബ്ദത്തിൽ കോപം നുരയുവാൻ തുടങ്ങി. അയാൾ പറയുകയാണ്, മോളെ, നീ ചെറുതാണ്. നിനക്ക് 20 വയസ്സ് തികഞ്ഞിട്ടില്ല. നീ വളരെ റൊമാൻറ്റിക്കാണ്. നീ മാത്രമല്ല, ചെറുപ്പക്കാരെല്ലാവരും അങ്ങനെയാണ്. സ്നേഹിച്ചവരെല്ലാം ഒന്നിച്ച് ജീവിക്കേണ്ടതാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ലോകപരിജ്ഞാനവും ജീവിതാനുഭവവും വളരെ കുറവാണ്. വികാരമാണ് നിങ്ങളെ നയിക്കുന്നത്, വിവേകമല്ല. ബുദ്ധിയല്ല നിങ്ങളെ വഴികാട്ടുന്നത്, ആവേശമാണ്. നിനക്കൊരു 45 വയസ്സാകട്ടെ, അപ്പോൾ നീ പറയും സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ല എന്ന്. അത് കേട്ടപ്പോഴേക്കും ബബിതയ്ക്ക് സങ്കടം വന്നു. അവൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അമ്മയോട് ചെയ്തത് ശരിയാണെന്നാണോ അങ്കിൾ പറയുന്നത്? മോളെ, നിന്റെ അമ്മ ഞങ്ങൾക്ക് അന്യസ്ത്രീ അല്ല. അതാദ്യം നീ മനസ്സിലാക്ക്. ഞങ്ങളുടെ അനുജത്തിയാണവൾ. അവളുടെ അച്ഛനും അമ്മാവനും സഹോദരന്മാരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനം. അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ മാത്രം നീ വളർന്നിട്ടൊന്നുമില്ല. ബബിത ഉള്ളം കൈയിൽ നെറ്റി താങ്ങി കുനിഞ്ഞിരുന്നു. അവൾക്ക് കഠിനമായ ദുഃഖം തോന്നി. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഒരു കുടുംബം ചിന്നിച്ചിതറി പോകാതിരിക്കാനാണ്. എന്തുകൊണ്ടാണ് അലീന ഈ രഹസ്യം എത്രയോ മാസങ്ങളായി കാത്തു സൂക്ഷിക്കുന്നത്? നീ ബുദ്ധിയുള്ളവളല്ലേ? ചിന്തിച്ചു നോക്ക്. അവൾക്ക് നേരെ ചെന്ന് ജയന്തിയോട് പറയാമല്ലോ നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന്. എന്തുകൊണ്ട് അവളത് പറയുന്നില്ല? അങ്ങനെ ചെയ്താൽ ഒരു കുടുംബം തകർന്നു പോകുമെന്ന് അവൾക്കറിയാം. ബബിത മുഖമുയർത്തി ഗംഗാധരമേനോന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അത് അലീന ചേച്ചിയാണെന്നും അമ്മ ഒരിക്കലും അറിയണ്ടേ? മോളെ, ഞാനൊരു സംഭവം പറയാം. കുറെ കാലം മുൻപ് നടന്നതാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ആർമിയിൽ എൻ്റെ അതേ റാങ്കിൽ ജോലി ചെയ്തിരുന്നയാൾ, രമേശ് ഗോയൽ. അയാൾ കല്യാണം കഴിച്ചു. ഒരു ജഡ്ജിയുടെ മകൾ, സുന്ദരി, മിടുക്കി.
ആർമി ക്വാർട്ടേഴ്സിൽ അവർ കുറെ കാലം താമസിച്ചിട്ടുണ്ട്. അവർ ഒന്നിച്ച് നടന്നു പോകുന്നത് കണ്ടാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നാരും തലകുലുക്കി സമ്മതിക്കും. ഇത്രയും ലിവിങ് ആയിട്ടുള്ള കപ്പിൾസിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. അവരെന്നെ ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിച്ചു വരുത്തി ഡിന്നർ തരുമായിരുന്നു. നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു രമേശിൻ്റെ വൈഫ്. നല്ല ആതിഥ്യ മര്യാദയും വിനയവും ഒക്കെയുണ്ട്. രമേശ് എന്തുമാത്രം സന്തുഷ്ടനായിരുന്നുവെന്ന് എനിക്കറിയാം. അയാൾ പറയും ഇത്രയും സ്നേഹവതിയായ ഭാര്യയെ കിട്ടിയത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന്. അവൾക്കാണെങ്കിൽ അയാളെന്ന് വെച്ചാൽ ജീവനുമാണ്. അവർക്ക് 2 കുട്ടികളാണ്, ഇരട്ട കുട്ടികൾ. നല്ല തടിച്ച പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ ഓമനത്തമുള്ള കുഞ്ഞുങ്ങൾ. 3.5 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം അയാൾ ട്രാൻസ്ഫർ കിട്ടി ജബൽപൂരിലേക്ക് പോയി. ബബിത ആകാംക്ഷയോടെ കഥ കേട്ടിരിക്കുകയാണ്. പിന്നീട് ഞാൻ അയാളെക്കുറിച്ച് കേട്ടത് ഒരു ദുരന്ത വാർത്തയായിരുന്നു. അയാളുടെ വൈഫ് സൂയിസൈഡ് ചെയ്തു. എനിക്ക് പോകാനോ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല. എന്നാലും പിന്നീട് ഞാൻ ചില വിവരങ്ങൾ അറിഞ്ഞു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു. അബദ്ധം സംഭവിച്ചു പോയി. സാധാരണ പോലെ അതും മറച്ചു വെച്ചു. ഒടുവിൽ അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകി. മകൾ പ്രസവിച്ച കുഞ്ഞിനെ ജഡ്ജി ഏതോ ഓർഫനേജിൽ കൊടുത്തു. അയാൾ നന്മയുള്ളവനായിരുന്നതുകൊണ്ട് അവൻ്റെ സ്പോൺസർഷിപ്പ് കൂടി ഏറ്റെടുത്തു. അവൻ്റെ ജീവിത ചെലവുകളും വിദ്യാഭ്യാസ ചെലവുകളും ആ ജഡ്ജി തന്നെ നടത്തി. മകൾ ഇതൊന്നും അറിയുന്നില്ല. കുഞ്ഞിനെ ആർക്കോ കൊടുത്തു കളഞ്ഞു എന്ന് മാത്രമേ അവൾക്കറിയൂ. 7-8 വർഷത്തിനു ശേഷം അച്ഛൻ അവൾക്ക് വിവാഹം ആലോചിച്ചു. വിവാഹം നടത്തി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവളും ഭർത്താവും സന്തോഷമായിട്ട് ജീവിച്ചു. അതിനിടയ്ക്കാണ് കാർഡിയാക് അറസ്റ്റ് വന്ന് ഓർക്കാപ്പുറത്ത് ജഡ്ജി മരിക്കുന്നത്. മറ്റേ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് മുടങ്ങി. അപ്പോൾ അവന് 14-15 വയസ്സുണ്ട്. ഒരു ദിവസം അവൻ തേടിപ്പിടിച്ച അമ്മയെ കാണാനെത്തി. അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്നോ അവർ തമ്മിൽ എന്തൊക്കെ സംഭാഷണങ്ങൾ നടന്നുവെന്നോ ആർക്കും അറിയില്ല. എൻ്റെ സ്നേഹിതൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവളൊരു ഫാനിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബബിതയുടെ മുഖം പേടി കിട്ടിയതുപോലെ വിളറി. നീ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ അമ്മയ്ക്ക് ഓർക്കാപ്പുറത്ത് മകനെ കാണുന്നത് വളരെ സന്തോഷകരമായിരിക്കുമെന്ന്. എൻ്റെ മോനെയെന്ന് വിളിച്ച് സിനിമയിൽ കാണുന്നത് പോലെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ അമ്മ ഉമ്മ കൊടുത്ത് ആനന്ദിക്കുമെന്ന്. എൻ്റെ മോനെ, ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ സ്ഥലം വിട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിന്നെ കണ്ടോളാം. വേണ്ടതെല്ലാം എൻ്റെ മോന് വേണ്ടി ഞാൻ ചെയ്തു തരാം. ഒരിക്കലും ഇങ്ങോട്ട് വരല്ലേ എന്നെല്ലാം പറഞ്ഞ് കുറെ രൂപയും കൊടുത്ത് അവനെ സമാധാനിപ്പിച്ചയക്കാമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതല്ല റിയാലിറ്റി. അവളുടെ ശാന്തസുന്ദരമായ ജീവിതത്തിലേക്ക് ഒരു ബോംബ് വന്നു വീണതുപോലെയായിരുന്നു അവൻ്റെ ആഗമനം. അഭിമാനിയായ ഏതൊരു സ്ത്രീക്കും ജീവനൊടുക്കാതെ മറ്റു മാർഗമൊന്നുമില്ല. നിന്റെ അമ്മ ഒരഭിമാനിയല്ല എന്ന് നീ കരുതുന്നുണ്ടോ? ആ ചോദ്യം ബബിതയുടെ മനസ്സിലേക്ക് ഒരു വാൾമുന പോലെ കുത്തിക്കയറി. അവൾ നടുങ്ങി തരിച്ചിരുന്നു. നിങ്ങൾക്ക് അലീനയെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളാനും കഴിയുന്നത് അവളുടെ സ്വഭാവ വൈശിഷ്ട്യവും ആത്മാർത്ഥതയും മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതിനു മുൻപേ അവളുടെ സ്നേഹവും നിങ്ങൾക്ക് ധാരാളമായി കിട്ടി. അവിടെ നിന്ന് തീരെ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ നിങ്ങളുടെ സഹോദരിയാണെന്ന തിരിച്ചറിവിലേക്ക്. പക്ഷേ ജയന്തിക്ക് അങ്ങനെ അല്ല. അവൾ വളരെ ദൂരെയാണ്. അലീനയോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിമാന പ്രശ്നത്തെ മറികടന്നു. സഹോദരിയാണെന്ന് അംഗീകരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക്. എന്നാൽ ജയന്തിക്കോ? അവളുടെ ഇതുവരെയുള്ള അഭിമാനവും പടുത്തുയർത്തിയ ജീവിതവും സൽപ്പേരും സകലതും ബലി കൊടുക്കേണ്ടി വരും. ബബിതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ ദയനീയമായി ഗംഗാധരനെ നോക്കി. മോളെ, ഈ ലോകത്ത് പലയിടത്തുമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ. മകനോ മകളോ ആണെന്നറിഞ്ഞാൽ പോലും അതറിഞ്ഞെന്ന് ഭാവിക്കാനോ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒത്തിരി അച്ഛനമ്മമാർ ജീവിക്കുന്നുണ്ട്. നിന്നോട് പറയാൻ കൊള്ളരുതാത്തതാണെങ്കിലും ഇങ്ങനെയൊരു സന്ദർഭമായതുകൊണ്ട് മാത്രം പറയുകയാണ്. കൊല്ലപ്പള്ളിയിലെ വേലഞ്ചേരിക്കാരെ പറ്റി നീ കേട്ടിട്ടുണ്ടാവും. പണ്ട് വലിയ മുതലാളിമാരായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. വേലഞ്ചേരി കൊച്ചാട്ടൻ അന്നത്തെ വലിയ മുതലാളിയാണ്. അയാളുടെ ഒരു മകൻ, പേര് രാഘവൻ, അവിടുത്തെ കൂലിപ്പണിക്കാരനായിരുന്നു. മറ്റു കൂലിപ്പണിക്കാരുടെ കൂടെ നിന്ന് രാഘവനും പറമ്പ് കളയ്ക്കും. മറ്റു കൂലിക്കാർക്ക് കൊടുക്കുന്ന അതേ ശമ്പളം തന്നെ മുതലാളി രാഘവനും കൊടുക്കും. മുതലാളിക്കറിയാം തൻ്റെ മകനാണതെന്ന്. നാട്ടുകാർ രഹസ്യം പറയുന്നത് ഒടുവിൽ അവൻ്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. പക്ഷെ അത്രയേ പറ്റൂ. ബബിത മറുപടി ഒന്നും പറയുവാനില്ലാതെ കൈനഖം നുള്ളിപ്പൊളിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഗംഗാധരമേനോൻ, അതുകൊണ്ട് നിന്റെ അമ്മയെ നീ വെറുതെ വിട്. നിങ്ങൾ ചിലതൊക്കെ അറിഞ്ഞത് മനസ്സിൽ സൂക്ഷിക്കുവാൻ പ്രയാസമൊന്നുമില്ലല്ലോ. രോഹിത്തിനോടും മനുവിനോടും നീ തന്നെ പറയണം. നിങ്ങൾക്ക് അലീനയെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിച്ചോ, സഹോദരിയായി കാണണമെങ്കിൽ അങ്ങനെ കണക്കാക്കിക്കോ. ജയന്തിയെ കൂടി അറിയിച്ചാലേ സമാധാനം കിട്ടൂ എന്നുണ്ടോ? നിന്റെ അമ്മയുടെ നന്മയെ കരുതിയാണ് ഞാനിത് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ജയന്തി ഇത് അറിയരുത്. അവൾ അറിയേണ്ടതാണെങ്കിൽ അതിൻ്റെതായ ഒരു സമയം താനേ ഉരുത്തിരിഞ്ഞു വരട്ടെ. ഗംഗാധരമേനോൻ പറഞ്ഞു നിർത്തി. ശിവശങ്കരമേനോൻ ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ആ നോട്ടത്തിൽ ഒരു അഭിനന്ദനമുണ്ടായിരുന്നു. പറയേണ്ടത് വേണ്ടതുപോലെ ഫലപ്രദമായി തന്നെ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തിയതിൻ്റെ സന്തോഷവും. തുടർന്ന് കാണുന്നത് ബാലചന്ദ്രമേനോനെയാണ്. ജ്വല്ലറി ഷോപ്പിലെ തൻ്റെ ഗ്ലാസ് ക്യാബിനിൽ ബാലചന്ദ്രമേനോൻ ഇരിക്കുകയാണ്. മേശപ്പുറത്തെ ക്ലോസ്ഡ് സർക്യൂട്ട് TV-യിൽ ഷോപ്പിനുള്ളിലെ വിവിധ ദൃശ്യങ്ങൾ കാണാമായിരുന്നു.
അലസമായി അതിലേക്ക് നോക്കിയിരിക്കെ ഒരു ചിത്രം തന്റെ ശ്രദ്ധ ആകർഷിച്ചു. വാതിൽ കടന്ന് കടയ്ക്കുള്ളിലേക്ക് വരുന്ന ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും. സ്വർണം വാങ്ങാനെത്തിയതാണോ അതോ ഇനി വിൽക്കാനോ? ബാലചന്ദ്ര മേനോൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഗോവർദ്ധനെ സമീപിച്ച് എന്തോ ചോദിക്കുകയാണ് ശിവശങ്കര മേനോൻ. ഗംഗാധര മേനോൻ കടയ്ക്കുള്ളിൽ അങ്ങേക്ക് ചുറ്റിത്തിരിഞ്ഞു നോക്കുന്നു. ബാലചന്ദ്ര മേനോൻ CCTV ഓഫ് ചെയ്ത് എഴുന്നേറ്റ് ക്യാബിനിൽ നിന്നും പുറത്തു കടന്നു. അയാൾ ക്യാഷ് കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ ക്യാബിന് നേർക്ക് വരികയായിരുന്നു ജ്യേഷ്ഠനും അനുജനും. ഇരുവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ഒരു വല്ലാത്ത ചിരിയോടുകൂടി ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, ഗുഡ് മോർണിംഗ് മൈ ബ്രദർ ഇൻ ലോസ്. ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ. ഐ ആം വെരി ഹാപ്പി ടു മീറ്റ് ബോത്ത് ഓഫ് യു, എക്സ്പെഷ്യലി റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ മിസ്റ്റർ ഗംഗാധര മേനോൻ. ബാലചന്ദ്ര മേനോന്റെ ചിരിയിലും വാക്കുകളിലും അല്പം പരിഹാസം പുരണ്ടിരുന്നോ എന്ന് ഗംഗാധര മേനോൻ സംശയിച്ചു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാലചന്ദ്രൻ, ഗംഗാധര മേനോൻ സ്വതസിദ്ധമായ ഗൗരവത്തിൽ തന്നെ തിരികെ പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ അവരെ തന്റെ ക്യാബിനിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് കസേരകൾ ചൂണ്ടിക്കാട്ടി ഇരിക്കുവാൻ പറഞ്ഞു. അവരിരുന്നതിനു ശേഷം ബാലചന്ദ്ര മേനോനും ഇരുന്നു. ചോദിക്കുകയാണ് താൻ, കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പി, ചായ, ലെമൺ സോഡ? ഒന്നും വേണമെന്നില്ല. ചായ പറയാം. ബാലചന്ദ്ര മേനോൻ ഇന്റർകോമിൽ ഗോവർദ്ധനെ വിളിച്ച് 3 ചായ എത്രയും വേഗം കൊടുത്തയക്കണമെന്നാവശ്യപ്പെട്ടു. ഗംഗേട്ടൻ എപ്പോൾ വന്നു? അതോ ഇവിടെ ഉണ്ടായിരുന്നോ? കൊല്ലപ്പള്ളി വിശേഷങ്ങളൊന്നും ഞാനിടയായി അന്വേഷിക്കാറില്ല. സോറി, അറിയാൻ വലിയ താല്പര്യവുമില്ല. ഞാൻ ഇന്നലെ വന്നു. ശിവേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സ്വർണം നോക്കാൻ വന്നതാണെങ്കിൽ നോക്കാം, വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധനെ ഏൽപ്പിക്കാം. അതിന് ശിവശങ്കര മേനോൻ, ഞങ്ങൾ അതിനൊന്നും അല്ല വന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ് മീറ്റ് അല്ല, ഫാമിലി മീറ്റാണോ അതോ പേഴ്സണലോ? പുഞ്ചിരി വിടാതെ തന്നെ ബാലചന്ദ്ര മേനോൻ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അപ്പോൾ ഗംഗാധര മേനോൻ, സ്ട്രിക്ട്ലി പേഴ്സണൽ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ നീലഗിരിയിൽ നിന്നും ഡ്രൈവ് ചെയ്ത് ഇവിടെ വരെ എത്തിയത്. ബാലചന്ദ്രൻ പുഞ്ചിരിയോടെ തലയാട്ടി. ഓക്കെ. ഗംഗേട്ടാ, ഒരിക്കൽ ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് നീലഗിരിയിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നോ എൻ്റെ പ്രോബ്ലം, അത് തന്നെ ആയിരിക്കുമല്ലോ ഇന്നും. ഈ വരവിൻ്റെ പിൻപിലും അത് തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചോട്ടെ. ഉടനെ ഗംഗാധര മേനോൻ പറയുകയാണ്, ബാലേന്ദ്ര, നമുക്ക് കുറച്ചുകൂടി പ്രൈവസി കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കടപ്പാട്ടൂരേക്ക് പോകാം, നിന്റെ വീട്ടിൽ. ഉടനെ ബാലചന്ദ്ര മേനോൻ ആത്മനിന്ദയോടുകൂടി തിരികെ ചോദിക്കുകയാണ്, എൻ്റെ വീടോ? അങ്ങനെ ഒരെണ്ണം ഇപ്പോഴില്ല ഗംഗേട്ടാ. വീടെന്ന് പറഞ്ഞാൽ അത് ഭിത്തികളും മേൽക്കൂരയുമുള്ള വെറുമൊരു കെട്ടിടമല്ലല്ലോ. അവിടെ അച്ഛനുണ്ടാവണം, അമ്മയുണ്ടാവണം, മക്കളുണ്ടാകണം. അവർ തമ്മിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാവണം. പരസ്പരം നന്ദിയും കൂറും വിശ്വസ്തതയും വേണം. തീർന്നില്ല, ആ വീട്ടിലെ കുടുംബനാഥന് ആ വീടിനെ നയിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നേതൃസ്ഥാനവും ഉണ്ടാവണം. അതൊന്നുമില്ലാത്ത കുറച്ചു മനുഷ്യർ തോന്നിയതുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വീടിനെ നരകമെന്ന് പറയും. ഭൂമിയിലെ നമ്പർ 1 നരകം. ഞാനത് 8 കാലികൾക്കും പാറ്റകൾക്കും ക്ഷുദ്രജീവികൾക്കും വിട്ടുകൊടുത്തു. ഒരു താക്കോലിട്ടങ്ങ് പൂട്ടി. ഒരമ്പരപ്പോടെ ഗംഗാധര മേനോനും ശിവശങ്കരനും മുഖം തിരിച്ചു പരസ്പരം നോക്കി. നമുക്ക് കുറച്ചുകൂടി പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഇതൊരു ഓഫീസ് റൂമല്ലേ? വീണ്ടും ഗംഗാധര മേനോൻ പറയുകയാണ്. എനിക്ക് ഹോട്ടലിൽ റൂമുണ്ട്, വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ ഗംഗേട്ട, ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ പെരുമാറ്റത്തിനും വാക്കുകൾക്കും ഒരു ഓഫീസിന് ചേരുന്ന അച്ചടക്കവും മാന്യതയും ഉണ്ടാവും. മറ്റൊരിടത്താണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പൊട്ടിത്തെറിച്ചു പോയെങ്കിലോ? അപ്പോൾ ഗംഗാധര മേനോൻ പറയുകയാണ്, അങ്ങനെ ഒരു ഔട്ട് ബേഴ്സ്റ്റ് നല്ലതാണ്. ഞങ്ങളോടുള്ള വൈരാഗ്യം അതോടെ നിനക്ക് തീരുമെങ്കിൽ അത് തന്നെയാവാം. നിങ്ങളോട് എനിക്ക് എന്തു വൈരാഗ്യം? ചെലവാകാത്ത ഒരു ചരക്ക് നിങ്ങളുടെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ വന്ന് ചോദിച്ച ഉടൻ തന്നെ നിങ്ങൾ അതെനിക്ക് എടുത്തു തന്നു. നീ കൊണ്ടുപോയിക്കൂ. നിങ്ങൾ മൂട്ടിലെ പൊടിയും തട്ടി അതോടെ കൈ കഴുകി. ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ സന്തോഷിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാട്ടിന് പോയി. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരായാലും അങ്ങനെയൊക്കെ ചെയ്യൂ. ബാലചന്ദ്ര മേനോൻ പരിഹാസത്തോടെ ആക്രമിക്കുകയാണ്. പിന്നീട് കാണുന്നത് ഹോട്ടൽ മുറിയിലെ രംഗങ്ങളാണ്. മുറിയിൽ വെളിച്ചം കുറവായിരുന്നതിനാൽ വാതിൽ തുറന്ന് അകത്ത് കയറിയ ഉടൻ തന്നെ ബാലചന്ദ്ര മേനോൻ ലൈറ്റിട്ടു. അയാളുടെ പിന്നാലെ ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും കയറി ചെന്നു. ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കാം, ബാലേന്ദ്ര മേനോൻ പറയുകയാണ്. മുറിയിൽ ഒരു സാധനവും അതിൻ്റെതായ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ മുറിയുടെ കോലം കണ്ടുകൊണ്ട് ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്, ഇവിടെ ഇൻകം ടാക്സ് റെയ്ഡ് വല്ലതും നടന്നോ ബാലേന്ദ്ര? ഇതാരാ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്? ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുമ്പോൾ ഇതാണ് ഗംഗേട്ട സൗകര്യം. കട്ടിലിൽ കിടക്കുമ്പോൾ കയ്യെത്തുന്നിടത്ത് വേണം സകല സാമഗ്രികളും എടുക്കാനും വെക്കാനും എളുപ്പമാ. കസേരകളിൽ കിടന്ന ന്യൂസ് പേപ്പറുകൾ വാരി മാറ്റിയിട്ടാണ് ജ്യേഷ്ഠനും അനുജനും ഇരുന്നത്. ഭിത്തിയിൽ തറച്ച ഹാങ്കറിലും കട്ടിൽ ക്രാസിയിലും മേശപ്പുറത്തും ബാലചന്ദ്ര മേനോന്റെ വസ്ത്രങ്ങൾ ചിതറിക്കിടന്നു. മേശയ്ക്കപ്പുറത്തൊരു വലിയ സൂട്ട് കേസ് തുറന്നു വെച്ചിരിക്കുന്നു. അതിലും എന്തൊക്കെയോ കുത്തി നിറച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ ജനൽപ്പടിയിലിരുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പിയെടുത്ത് 2-3 കവിൾ വെള്ളം കുടിച്ചു. ഉടനെ ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്,
നീ ഇങ്ങനെ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന വിവരം ഇപ്പോൾ പാലായിലുള്ള കച്ചവടക്കാരെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ആ, അറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ ഭാര്യയും ഭർത്താവും കലഹിച്ചു പിരിഞ്ഞു എന്ന വിവരവും അറിയുമോ? എന്നോടാരും ഇതുവരെയും ചോദിച്ചിട്ടില്ല. ബാലേന്ദ്ര, ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? വേണമല്ലോ. നിന്റെ ഫാമിലിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കാത്ത വിധത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഗംഗേട്ട. ബാലേന്ദ്ര, ജയന്തി നിന്നോട് മാപ്പ് ചോദിച്ചാൽ നിനക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റുമോ? അവളെക്കൊണ്ട് ക്ഷമ പറയിക്കുന്ന അത്ര മ്ലേച്ഛമായൊരു പ്രവൃത്തി ഈ ലോകത്ത് വേറെ കാണില്ല. വിരോധാഭാസം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണത്. ബാലേന്ദ്ര, ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനല്ലേ ഇനി അവൾക്ക് പറ്റൂ, തിരുത്താൻ പറ്റില്ലല്ലോ. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളും അപ്പോൾ സമ്മതിക്കുകയാണ് അല്ലേ? ബാലേന്ദ്രൻ അറിയാമല്ലോ അത്. എനിക്കറിയാമെന്ന് അവൾക്കറിയാമോ? ഇല്ല. പിന്നെ എങ്ങനെ അവൾ ക്ഷമ ചോദിക്കും ഗംഗേട്ട? അത് പിന്നെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള വിവരം ഞങ്ങൾ അവളോട് വേണ്ട, എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. 1000 കോടി തവണ ക്ഷമ പറഞ്ഞാലും പൊറുക്കാൻ കഴിയില്ല. അത്രയ്ക്കൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ല ബാലേന്ദ്ര. 22 കൊല്ലം മുമ്പ് നീയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രപ്പോസൽ വെച്ചത്. ജയന്തിക്കൊട്ടും മനസ്സിലായിരുന്നു. അച്ഛനും ആങ്ങളമാരും കൂടി ത്രട്ടൺ ചെയ്തപ്പോൾ അവൾ അങ്ങ് സമ്മതം മൂളിയെന്ന് മാത്രമേ ഉള്ളൂ. മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷം അവളെല്ലാം നിന്നോട് തുറന്നു പറയണമായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ മുമ്പിൽ സത്യം വെളിപ്പെടുത്തണമായിരുന്നോ? അങ്ങനെ ആര് ചെയ്യും ബാലേന്ദ്ര? ലോകത്ത് ഏതൊരു സ്ത്രീയും ചെയ്യുന്നത് മാത്രമേ ജയന്തിയും ചെയ്തിട്ടുള്ളൂ. സ്വന്തം ജീവിതം തകർത്തേക്കാവുന്ന ആ സത്യം അവൾ മറച്ചു വെച്ചു. ഗംഗേട്ടൻ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ സംസാരിക്കരുത്. ആ ഒരു തെറ്റ് ഞാൻ ക്ഷമിക്കുമായിരുന്നു ഗംഗേട്ട. ക്ഷമ പറയുക പോലും വേണ്ട. സ്നേഹത്തിൻ്റെ ഒരു കണികയെങ്കിലും കഴിഞ്ഞ 22 വർഷക്കാലം എനിക്കവൾ തന്നിരുന്നെങ്കിൽ. ബാലേന്ദ്ര, നീ അതുമാത്രം പറയരുത്. സ്നേഹമില്ലാതെ നിങ്ങൾ 22 വർഷക്കാലം എങ്ങനെ ഒന്നിച്ചു ജീവിച്ചു? എങ്ങനെ നിങ്ങൾക്ക് 3 മക്കളുണ്ടായി? ബാലചന്ദ്രമേനോൻ നിന്നാഗർഭമായ സ്വരത്തിൽ പറയുകയാണ്. അവൾ ഭാര്യാധർമ്മം നിറവേറ്റി, ഒരു വഴിപാട് പോലെ. മേശപ്പുറത്ത് മിച്ചം വന്ന ഉച്ചിഷ്ടം വാരി നായ്ക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഒരു സൗജന്യം. പണ്ട് കൈതക്കൽ മാളിക വീട്ടിൽ ആശ്രിതനായി നിന്നവൻ്റെ മകനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഹതഭാഗ്യ എന്ന നിലയിലാണ് അവൾ സ്വയം വിലയിരുത്തിയത്. ആ പുച്ഛവും നിന്നയും അവജ്ഞയും അവളുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും എന്നുമുണ്ടായിരുന്നു ഗംഗേട്ട. അപ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുകയാണ്, അല്ല, ഈ വക പരാതികളൊന്നും കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നീ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ബാലേന്ദ്ര. ഗംഗേട്ട, ഗർവും ദേഷ്യവും നിന്നയുമാണ് അവളുടെ സ്ഥായി ഭാവമെന്നും മറ്റൊരു വിധത്തിൽ പെരുമാറുവാൻ അവൾക്കറിയില്ലെന്നുമായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അവൾക്ക് സ്നേഹിക്കാൻ അറിയാമായിരുന്നുവെന്ന് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. അവളൊരു പുരുഷനെ സ്നേഹിച്ചിരുന്നുവെന്നും അവൾ ആഗ്രഹിച്ച ജീവിതം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവൾ മനസ്സിൽ വാരിക്കൂട്ടിയ ആ നിരാശയും പകയും വെറുപ്പും എല്ലാം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യൻ ഞാനായിരുന്നുവെന്നും ഈ അടുത്ത സമയത്താണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾ ഒരിക്കലും സന്തുഷ്ടയായിരുന്നില്ല. ഒരിക്കലും അവൾ എന്നോട് വിധേയത്വം കാണിച്ചിരുന്നുമില്ല. ധാർഷ്ട്യമായിരുന്നു അവളുടെ മുഖമുദ്ര. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, നീ വെറുതെ. എനിക്കും അങ്ങനെ തോന്നിയിരുന്നില്ല ഗംഗേട്ട. സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അലീന വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്ത്രീ എന്നാൽ വൈജയന്തി അല്ലെന്ന്. ബാലേന്ദ്ര, അലീനയെപ്പോലെ പെരുമാറാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും ലോകത്ത് മറ്റൊരു സ്ത്രീക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അലീനയെ അളവുകോലാക്കരുത്. അത്രയൊന്നും വേണ്ട ഗംഗേട്ട. അതിൻ്റെ 1000-1. സാധാരണഗതിയിൽ ജീവിതത്തിൽ ഇങ്ങനെയൊരു തെറ്റ് സംഭവിച്ച സ്ത്രീ എന്താണ് ചെയ്യുക? ഭർത്താവിൽ നിന്ന് സത്യം മറച്ചു വെക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ച് അയാളെ കൂടുതൽ സ്നേഹിക്കുകയും പരിചരിക്കുകയും അയാളോട് നന്ദിയും കൂറും പ്രകടിപ്പിക്കുകയും ചെയ്യും. ജയന്തി അങ്ങനെ ഒരു വട്ടമെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അവളോട് 100 വട്ടം ക്ഷമിച്ചേനെ. ഗംഗാധരമേനോൻ വീണ്ടും ചോദിക്കുകയാണ്, ബാലേന്ദ്ര, ഇനി ഒരവസരം കൂടി അവൾക്ക് കൊടുത്തുകൂടെ? ഇനി ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം സാധ്യമല്ല ഗംഗേട്ട. അവളും സ്റ്റാൻലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ ശേഷം ഗംഗേട്ടൻ അവളോടത് ചോദിച്ചു നോക്ക്. ഇതേ മറുപടി തന്നെ അവൾ പറയുകയുള്ളൂ. ബാലേന്ദ്ര, നിന്റെ കുടുംബമാണ് ചിതറിപ്പോകുന്നത്. സാരമില്ല ഗംഗേട്ട. രോഹിത്തും ബബിതയും പ്രായപൂർത്തിയായവരാണ്. അവരെ സത്യം മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി കൃഷ്ണമോൾ മാത്രമേ ഉള്ളൂ. അവൾക്കും ഒരു ദിവസം മനസ്സിലാവും. ഒന്നിച്ചൊരു വീട്ടിൽ കഴിയേണ്ടവരല്ലേ അവരെല്ലാം. ജയന്തി താമസിക്കുന്ന ആ ഒരു വീട് എന്തായാലും ഉണ്ടാകുമല്ലോ. അവിടെ അവർക്കെല്ലാം ഒത്തുകൂടാം. ഗംഗാധരമേനോൻ അനുജനെ നോക്കി. ശിവശങ്കരൻ ഇതുവരെ വാ തുറക്കുക പോലും ചെയ്തിട്ടില്ല. ഗംഗാധരമേനോൻ കുറെ കൂടെ സ്വകാര്യത ധ്വനിപ്പിക്കുന്ന സ്വരത്തിൽ വിളിക്കുകയാണ്, ബാലേന്ദ്ര, നിനക്ക് കുറ്റപ്പെടുത്തണമെങ്കിൽ അത് ജയന്തിയോട് നേരിട്ടായിക്കൂടെ? കോടതിയിൽ പോണോ? ഇതൊക്കെ പുറത്തറിയുന്നത് നാണക്കേടല്ലേ? ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു ജോയിന്റ് സ്യൂട്ട് കൊടുത്തങ്ങ് പിരിഞ്ഞേക്കണം. എനിക്കങ്ങനെ പിരിഞ്ഞാൽ പോരാ ഗംഗേട്ട. പിരിയുന്നത് വലിയൊരു ആഘോഷമാക്കണം.
ബാലചന്ദ്രമേനോൻ കല്യാണം കഴിച്ചത് രഹസ്യമായിട്ടല്ലല്ലോ, നാടും നാട്ടുകാരും അറിഞ്ഞോണ്ടല്ലേ. പിരിയുമ്പോഴും അവരെ അറിയട്ടെ, വേണമെങ്കിൽ സദ്യയും ഏർപ്പാടാക്കാം. ബാലേന്ദ്ര മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണിത്. അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാകുമ്പോൾ അതിലുമുണ്ട് ഗംഗേട്ട ആ ഒരു രസം. എന്തായാലും ഗംഗേട്ടനും ശിവേട്ടനും കൂടി ഇത്രടം വരെ വന്നതല്ലേ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ കഥയെല്ലാം കോടതിയിൽ പറയുന്ന ദിവസം മീഡിയക്കാരെയും വിളിച്ചിട്ടുണ്ട്. 2 ചാനൽ റിപ്പോർട്ടർമാരും 2 പത്രലേഖകരും ഉണ്ടാവും. വലിയ സെൻസേഷൻ സ്റ്റോറിയല്ലേ, അവരും ആഘോഷിക്കട്ടെ. അപ്പോൾ ബാലേന്ദ്ര, നീ ഇനി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലേ? ഗംഗേട്ട, വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയണ്ട. ഗംഗാധരമേനോൻ പോകാൻ എഴുന്നേറ്റു. അപ്പോൾ ശിവശങ്കരമേനോൻ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി പിറുപിറുക്കുകയാണ്. നിനക്ക് നിന്റെ മക്കളുടെ സിമ്പതി പോലും കിട്ടത്തില്ലടാ. വേണ്ട ശിവേട്ട, ആരുടെയും സഹതാപമോ സ്നേഹമോ കാരുണ്യമോ ഒന്നും ബാലചന്ദ്രൻ പ്രതീക്ഷിക്കുന്നില്ല. ശിവശങ്കരമേനോൻ ദേഷ്യത്തിൽ പുറത്തേക്ക് കടന്നു. പിന്നാലെ ഗംഗാധരമേനോനും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.